ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് വാർത്താമഴയിലൂടെ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. വിവാദങ്ങൾ കത്തിക്കയറിയ തെക്കൻ കേരളത്തിലും പ്രവചനങ്ങൾക്ക് പിടിതരാതെയാണ് വിധിയെഴുത്ത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും ദേശീയ ശ്രദ്ധയാകർഷിച്ച ആലപ്പുഴ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. വോട്ടിംഗ് മെഷീനിലെ തകരാറ് മൂലം വോട്ടെടുപ്പ് വൈകിയത് പലയിടത്തും നേരിയ സംഘർഷമുണ്ടാക്കിയെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു ഇന്നത്തെ പോളിംഗ് ദിനം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സംസ്ഥാനത്തെ പൊതു പോളിംഗ് പാറ്റേൺ രീതി തന്നെയായിരുന്നു തെക്കൻ കേരളത്തിലും. രാവിലെ 7 മുതൽ 10 വരെ വോട്ടർമാർ കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തി. എന്നാൽ കടുത്ത ചൂട് അനുഭവപ്പെട്ട ഉച്ചസമയത്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞു. വൈകുന്നേരത്തോടെ വീണ്ടും ആളുകൾ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.06% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇക്കുറി 66.43 കുറഞ്ഞു. കോൺഗ്രസിന് മുൻതൂക്കമുള്ള കോവളത്തും കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ഉയർത്തിയ നിയമസഭാ മണ്ഡലത്തിലും കാര്യമായ പോളിംഗ് ഉണ്ടായി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് കാര്യമായി കുറഞ്ഞു. എന്നാൽ UDFന് കാര്യമായ സ്വാധീനമുള്ള അരുവിക്കര, കാട്ടാക്കട മേഖലകളിൽ പോളിംഗ് വർദ്ധിച്ചു. 2019 80.25 പോളിംഗ് രേഖപ്പെടുത്തിയ ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ 76% കുറഞ്ഞു. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണ് ഉയർന്ന പോളിംഗ് നടന്നത്. പോളിംഗ് ശതമാനത്തിലെ മാറ്റം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാക്കിയെന്നും ജാതി സമവാക്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ ഇത്തവണ പോളിംഗ് ശതമാനം 65 കടന്നില്ല. അടൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായത്. 8ഓളം കള്ളവോട്ട് പരാതികളും പത്തനംതിട്ടയിൽ ഉയർന്നു. കൊല്ലത്ത് മലയോര തീരദേശ മേഖലകളിൽ കനത്ത പോളിംഗ് ഉണ്ടായപ്പോൾ നഗരമേഖലയിൽ കുറവുണ്ടായി. സ്ത്രീ വോട്ടർമാരാണ് കൊല്ലത്ത് കൂടുതലും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അട്ടിമറികൾ പ്രതീക്ഷിച്ച മാവേലിക്കര മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 74% ഇത്തവണയത് 65 ചുരുങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വടകര മാക്കൂർ പീടികയിൽ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയാണ്. പുതിയാപ്പ് JB സ്കൂളിൽ 200-ലധികം പേരാണ് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തുനിൽക്കുന്നത്. മിഥില ബാലൻ, ഞങ്ങളുടെ പ്രതിനിധി, കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥില, പോളിംഗ് കഴിഞ്ഞു, ഏതാണ്ട് 3 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ കാത്തു നിൽക്കുകയാണോ? എന്താണ് നിലവിൽ അവിടുത്തെ സ്ഥിതി? അവർക്ക് പ്രതിഷേധമുണ്ടോ? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഏറെ സമയമായി ഇവർ ക്യൂവിൽ നിൽക്കുകയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഈ ദൃശ്യങ്ങൾ കാണാം, സ്ത്രീകളാണ് ഇവിടെ കൂടുതലായി എത്തിയിട്ടുള്ളത്. ഇവരുടെ ഒരു വലിയൊരു നിര തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇവിടെ എത്തി കാത്തു നിൽക്കുന്ന ആളുകൾ വരെയുണ്ട്. ആദ്യഘട്ടത്തിൽ പോളിംഗ് നടപടികൾ മന്ദഗതിയിലാണ് എന്ന ഒരു പരാതി UDF ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ അത് കളക്ടർ ഉൾപ്പെടെയുള്ളവരോട് പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് വേഗത്തിൽ ഉള്ള ഒരു പോളിംഗിലേക്ക് കടന്ന്. നമുക്കറിയാം, ഏറെ നേരം കാത്തു നിന്ന് ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 2 മണി മുതൽ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഇവരുടെ. എത്ര മണി മുതൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്? 3 മണി വന്നിട്ടുണ്ട്. അതെ 3 മണി മുതൽ. ടോക്കൺ തന്നാണോ? പിന്നെ ടോക്കൺ തന്നാ. അന്ന സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ? തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴല്ലേ കുറച്ച് നീങ്ങി തുടങ്ങിയത് തന്നെ. 6 ടോക്കൺ തന്നു. ഇതാണ് പറയുന്നത്. 3 മണി മുതൽ, 2 മണി മുതൽ 3 മണി മുതൽ ഒക്കെ വന്ന് ഇവിടെ കാത്തിരിക്കുന്ന ആളുകളാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. നിലവിലെ ഒരു അപ്ഡേഷൻ എന്നത് വടകരയിൽ 73.92% പോൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ വടകര നിയമസഭാ മണ്ഡലത്തിൽ 74.53, കുറ്റ്യാടി 70.35, നാദാപുരം 71.80, കൊയിലാണ്ടി 73.44, പേരാമ്പ്ര 75.46, തലശ്ശേരി 75.80, കൂത്തുപറമ്പ് 75.29,
9. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് കുറച്ചധികം പേർ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ, അതായത് ഏറെ നേരം കാത്തിരുന്നിട്ടും വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ തിരിച്ചു പോയ ഒരു സാഹചര്യമുണ്ട്. ടോക്കൺ കിട്ടിയ ആളുകൾ പോലും കാത്തു നിൽക്കാൻ കഴിയാതെ തിരിച്ചു പോയ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മിഥില ബാലൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ടോക്കൺ കിട്ടിയിട്ട് പിന്നീട് കാത്തു നിൽക്കാൻ കഴിയാതെ വോട്ട് ചെയ്യാതെ തിരികെ പോയ ആളുകളുടെ എണ്ണം കൂടിയുണ്ട്. വോട്ടർമാർക്ക് ആ കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. വളരെ വൈകിട്ടും അവിടെ നീണ്ട നിര കാണുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. പോളിംഗ് പൂർത്തിയായപ്പോൾ മുന്നണികൾക്ക് പിടികൊടുക്കാതെയാണ് മധ്യകേരളം നിൽക്കുന്നത്. പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുത്തനെ കുറയുന്നതും നമ്മൾ കണ്ടു. പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയ 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. ചാലക്കുടിയിൽ 2020 CPIM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പൊതുവെ തണുപ്പൻ മട്ടിലാണ് മധ്യകേരളം തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത്. കോട്ടയത്തെ പോളിംഗ് 2019 75% നിന്നും 65 കൂപ്പുകുത്തിയത് ഇതിനുദാഹരണം. ഗ്ലാമർ പോരാട്ടം നടന്ന തൃശൂരിൽ 74% ഇതുവരെ പുറത്തുവന്ന കണക്ക്. കള്ളവോട്ട് ആരോപണങ്ങളും ഉയർന്നു. പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായതും കല്ലുകടിയായി. ആലത്തൂരിൽ 75% വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% കുറവ്. പാലക്കാടും പോളിംഗിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. ജില്ലയിൽ വോട്ട് ചെയ്യാനെത്തിയ 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. UDFന്റെ ഉരുക്കുകോട്ടയായ എറണാകുളത്ത് ഇതുവരെ 68% വോട്ട് രേഖപ്പെടുത്തി. സെലിബ്രിറ്റി മണ്ഡലമായ എറണാകുളത്ത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാനെത്തി. ഇടുക്കിയിൽ ഇത്തവണ പോൾ ചെയ്തത് 70% വോട്ട് മാത്രം. ചാലക്കുടിയിലും പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി. തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ CPIM 2020 പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടി. 24 കൊച്ചി. വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകാത്തതിൽ തിരുവനന്തപുരത്ത് വോട്ടർമാരുടെ പ്രതിഷേധം. ബാലരാമപുരം മംഗലത്തുകോണം LMS LP സ്കൂളിലാണ് ഈ പ്രതിഷേധം. വോട്ട് ചെയ്യാൻ ഇനിയും ആളുകൾ കാത്തു നിൽക്കുകയാണ് അവിടെ. ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാണ് വോട്ടിംഗ് പ്രക്രിയ വൈകിയതിന് കാരണമെന്നാണ് വോട്ടർമാർ ആരോപിക്കുന്നത്. ഹരികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. ഹരികൃഷ്ണൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? വോട്ടർമാർക്ക് കനത്ത പ്രതിഷേധമാണോ? ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? ഗോപി, അല്പസമയം മുമ്പ് ഈ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. അതായത് കുറേ സമയമായി ഈ വോട്ടർമാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ബാലരാമപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം കൂടിയാണ്. അവിടെ ഈ വൈകുന്നേരം മുതൽ, അതായത് ഈ പോളിംഗ് സമയം അവസാനിച്ച സമയത്ത് സ്ലിപ്പ് നൽകിയവർ കാത്തു നിൽക്കുകയായിരുന്നു. ഏകദേശം 2.5 മണിക്കൂറോളം, 8:30-9 മണിയായിട്ടും ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ കാത്തു നിൽക്കാൻ കഴിയാത്ത വോട്ടർമാർ ചിലർ ഈ സ്ലിപ്പ് കിട്ടിയവർ തന്നെ തിരികെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും അല്പസമയത്തിന് മുമ്പ് ഈ അധികൃതർ എത്തി സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. ഈ ഏകദേശം ഒരു 50 പേരോളം, അവസാനം ഈ 8:30-9 മണി ആ സമയത്തൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം 50 പേരോളം ഈ ക്യൂവിലുണ്ടായിരുന്നു. അവർക്ക് കൂടി വോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം, ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. വോട്ടർമാർ പ്രധാനമായും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാവിലെ 7 മണിക്ക് വന്നവർ അത് പിന്നീട് അത് നീണ്ട ക്യൂ ആയതിനാൽ പിന്നെ ഉച്ചയ്ക്കും വന്നു, അതിനുശേഷം വൈകിട്ടും എത്തി. അപ്പോഴൊന്നും വോട്ട് ചെയ്യാൻ പറ്റിയില്ല, നീണ്ട ക്യൂ ആയിരുന്നു എന്നുള്ളതാണ്. വോട്ടർമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ പരിജ്ഞാനക്കുറവാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നമൊന്നുമല്ല, ഇത് ഈ ഉദ്യോഗസ്ഥരുടെ ഒരു പരിജ്ഞാനക്കുറവ് കൊണ്ടാണ് ഇത്തരമൊരു സാങ്കേതിക പ്രശ്നം അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നുള്ള തരത്തിലാണ് അവർ പോലും സംസാരിക്കുന്നത്. ഏതായാലും ഒരു നീണ്ട ക്യൂ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഈ പോളിംഗ് സമയം അവസാനിച്ചതിന് ശേഷം ഏകദേശം 3 മണിക്കൂറോളം പിന്നെയും വോട്ടർമാർ കാത്തിരുന്നു എന്നുള്ളതാണ്. ആ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടേ മടങ്ങും എന്നുള്ളതാണ്. പക്ഷേ പ്രായമായ ആളുകളും മറ്റാളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ കാത്തു നിൽക്കാൻ കഴിയാതെ മടങ്ങിപ്പോയവരുണ്ട്. സ്ലിപ്പ് ലഭിച്ചവരടക്കം മടങ്ങിപ്പോയൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും നിലവിൽ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ശരി, ഹരികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നാണ് ഹരികൃഷ്ണന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പല മണ്ഡലങ്ങളിലും കടുത്ത മത്സരം നടക്കുമ്പോഴും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. എല്ലാവരും അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പിന്നീട് വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കും മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ പോളിംഗ് ബൂത്തിലെത്തി. ചിലർക്ക് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലായിരുന്നില്ല വോട്ട്. മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിലെ 46-ാം നമ്പർ ബൂത്തിൽ ഒന്നാമനായി വോട്ട് രേഖപ്പെടുത്തിയത് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. വിജയപ്രതീക്ഷയെക്കുറിച്ച് സംശയമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ, UDFന്റെ ഒരു വിലയിരുത്തലിൽ കോട്ടയം എന്നല്ല 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഈ പ്രാവശ്യം UDF വിജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് UDF നേതൃത്വം നടത്തിയിട്ടുള്ളത്. പലരും കുടുംബസമേതമാണ് വോട്ട് ചെയ്യാനെത്തിയത്. തൃക്കരിപ്പൂർ മുഴക്കോം
സർക്കാർ UP സ്കൂളിലെ 35-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന് അല്പം കാത്തുനിൽക്കേണ്ടി വന്നു. സാങ്കേതിക പ്രശ്നമാണ് വഴിമുടക്കിയത്. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതും. അത് ജനങ്ങളുടെ ഒരു തീർപ്പാണ്. വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ മറ്റ് ബൂത്തുകളിൽ സന്ദർശനം നടത്തി സാഹചര്യം വിലയിരുത്തി. വോട്ടിംഗ് മന്ദഗതിയിലാണെന്നും വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം സാവധാനത്തിലുമാണെന്നുമൊക്കെ പലയിടത്തും പരാതി ഉയർന്നു. കൊടുംവെയിലിലും പോളിംഗ് ബൂത്തിനു മുന്നിൽ കണ്ട നീണ്ട നിര അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മേടച്ചൂടിനെ പ്രതിരോധിച്ച് മണിക്കൂറുകൾ കാത്തുനിന്ന് മലബാറിൽ ജനം സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പല ബൂത്തുകളിലും വോട്ടെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. വടകരയിൽ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ കണ്ണൂരിൽ കുറയാനാണ് സാധ്യത. ജനവിധി പ്രവചനങ്ങൾക്കപ്പുറമാകുന്ന സാഹചര്യമാണ് മലബാറിലെ പല മണ്ഡലങ്ങളിലും. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ കാസർഗോഡ് പോളിംഗ് ശതമാനം 78% വരെ പോകാനാണ് സാധ്യത. UDF കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞതായും സൂചനകളുണ്ട്. ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പയ്യന്നൂരിലാണ്, 78.5%. UDFനും BJPക്കും ശക്തിയുള്ള കാസർഗോഡാണ് കുറവ് പോളിംഗ് ശതമാനം, 69.05%. മണ്ഡലത്തിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ പോളിംഗ് കുറഞ്ഞത് LDFന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തലുകൾ. കണ്ണൂരിലെ ധർമ്മടം, മട്ടന്നൂർ, തളിപ്പറമ്പ് നിയോജകമണ്ഡലങ്ങളിലെ കനത്ത പോളിംഗ് LDFന് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ UDF വോട്ട് ചോർന്നിട്ടില്ലെന്നാണ് K. സുധാകരൻ ക്യാമ്പ് വിലയിരുത്തുന്നത്. കോഴിക്കോട് വോട്ടിംഗ് ശതമാനം ഉയരാൻ സാധ്യതയില്ല. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്നമംഗലത്ത് 74.15%. ഏറ്റവും കുറവ് കോഴിക്കോട് നോർത്തിൽ 69.22%. തെരഞ്ഞെടുപ്പ് തുടക്കം മുതലേ അങ്കത്തട്ടായ വടകരയിൽ പോളിംഗ് ശതമാനം 80-ലേക്കെത്തി. രാത്രി വൈകിയുള്ള പോൾ കണക്ക് കൂടി വന്നാൽ കഴിഞ്ഞ വർഷത്തെ 82% പിന്നിടുമെന്നാണ് നിഗമനം. പ്രചാരണം അതിരുവിട്ട മണ്ഡലത്തിൽ സ്ത്രീകളും യുവാക്കളും കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തി. മുസ്ലിം വിഭാഗവും വോട്ടെടുപ്പിൽ സജീവമായി എന്ന വിലയിരുത്തലാണ് മുന്നണികൾ. വർഗീയ പ്രചാരണം വടകരയിൽ വിലപോകില്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഇലക്ഷൻ പ്രവർത്തനത്തിലുടനീളം ജനങ്ങളെ കണ്ടിട്ടുള്ളവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ LDF ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിനും ഭീഷണിയില്ലെന്ന് ഉറപ്പിക്കുകയാണ് UDF ക്യാമ്പ്. എന്നാൽ പൊന്നാനിയിൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല. വോട്ട് ശതമാനം കുറഞ്ഞത് ഇരുമുന്നണിയിലും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. സംസ്ഥാന നിലപാട് ഇവിടെ എങ്ങനെ പ്രതിഫലിക്കുമെന്നതാണ് നിർണായകം. കാന്തപുരം വിഭാഗം പ്രാദേശിക തലത്തിൽ LDFന് പിന്തുണ നൽകിയെന്നാണ് സൂചന. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് മലബാറിൽ വലിയ ജനപങ്കാളിത്തമാണ് പൊതുവിൽ പ്രകടമായത്. ഇനി നേതാക്കൾക്ക് കാത്തിരിപ്പിൻ്റെതാണ്, ഒപ്പം ബൂത്ത് തിരിച്ചുള്ള കണക്കെടുപ്പിൻ്റെയും. ഏതായാലും ഒരു കാര്യം വ്യക്തം, മലബാറിൽ പല മണ്ഡലങ്ങളിലും വിധി പ്രവചനാതീതം തന്നെയാണ്. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. സംസ്ഥാനത്ത് പലയിടത്തും കള്ളവോട്ട് പരാതി ഉയർന്നു. ഇടുക്കി ചക്കുപള്ളത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറി UDF ബൂത്ത് ഏജന്റുമാർ തടഞ്ഞു. സംസ്ഥാന അതിർത്തിയിൽ ഇരട്ട വോട്ടുള്ളവരും പിടിയിലായി. തിരുവനന്തപുരം മലയൻകീഴിൽ പോളിംഗ് ബൂത്തിന് സമീപം പണം കണ്ടെത്തി. ശക്തമായ സുരക്ഷാ മുൻകരുതലുകളുണ്ടായിട്ടും കള്ളവോട്ട് പരാതികൾക്ക് ഇക്കുറിയും കുറവില്ല. പലയിടത്തും വോട്ട് ചെയ്യാനെത്തിയവർക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത് നിങ്ങളുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയല്ലോ എന്ന മറുപടിയാണ്. ഇടുക്കി, ഖജനപ്പാറ, പത്തനംതിട്ടയിൽ തിരുവല്ലം, അടൂർ, ആനപ്പാറ, പന്തളം, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളം, ചിറ്റഞ്ഞൂർ, ഇരിക്കൂർ, മൈലംപെട്ടി, വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ സമാന പരാതി ഉയർന്നു. പലയിടത്തും വോട്ടർമാർ പ്രതിഷേധിച്ചു. ഇടുക്കി ചക്കുപള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയെന്നാരോപിച്ച CPIM ബ്രാഞ്ച് സെക്രട്ടറി ബിജുവിനെ UDF ബൂത്ത് ഏജന്റുമാർ തടഞ്ഞു. 77-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം 80-ാം നമ്പർ ബൂത്തിലെത്തിയപ്പോഴാണ് ബിജുവിനെ പിടികൂടിയത്. ഇയാളെ പിന്നീട് പോലീസിന് കൈമാറി. വടകര നാദാപുരത്ത് വിദേശത്തുള്ള സഹോദരന്റെ പേരിൽ വോട്ട് ചെയ്യാനെത്തിയ ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വളയം സ്വദേശി ഷഹൽ ചത്തോത്താണ് പിടിയിലായത്. ഇടുക്കി കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിലെ 2 ബൂത്തുകളിലും കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നു. UDF നേതൃത്വം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഇടുക്കിയിലെ അതിർത്തി പ്രദേശമായ കുമ്പപ്പാറയിലും ചെമ്മണ്ണാറിലും ഇരട്ട വോട്ട് പിടികൂടി. 1-ാം ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ആളാണ് കുമ്പപ്പാറയിൽ വീണ്ടും വോട്ട് ചെയ്യാനെത്തിയത്. നടപടിയൊന്നുമെടുക്കാതെ ഇയാളെ പറഞ്ഞയച്ചു.
കാസർഗോഡ് UDF വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി LDF പരാതിപ്പെട്ടു. LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ KP സതീഷ് ചന്ദ്രൻ നൽകിയ പരാതി അന്വേഷിക്കുമെന്ന് ജില്ലാ കലക്ടർ K ഇമ്പശേഖർ വ്യക്തമാക്കി. തിരുവനന്തപുരം മലയൻകീഴ് മച്ചലിലെ ബൂത്തിന് സമീപം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ 51,000 രൂപ കണ്ടെത്തി. പണം തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്ക് കൈമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വാർത്തകളിലേക്ക് വീണ്ടും. കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരാഴ്ച മുമ്പ് കാണാതായ 15 വയസ്സുകാരിയെയും ആൺസുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ബാലുശ്ശേരിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, എന്താണ് സംഭവം? പോലീസ് എന്താണ് പറയുന്നത്? ഗോപി, ഇക്കഴിഞ്ഞ 19-നാണ് 15-കാരിയെ, താമരശ്ശേരി സ്വദേശിയായ 15-കാരിയെ പുലർച്ചെ 5:30 വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. തുടർന്ന് പിതാവ് താമരശ്ശേരി പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലുമായിരുന്നു പോലീസ്. ഈ പെൺകുട്ടിയെ കാണാതായതിനൊപ്പം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി ഈ പ്രദേശത്ത് നിന്ന് തന്നെ കാണാതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഏതായാലും ഇന്ന് വൈകിട്ടാണ് ഈ രണ്ടുപേരെയും ബാലുശ്ശേരിയിലെ ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരാണ് ഈ മൃതദേഹം ആദ്യം കാണുന്നത്. തുടർന്ന് ബാലുശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എത്തി ഇത് ഇവരുടെ മൃതദേഹങ്ങൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാരണങ്ങളിലേക്ക് പോലീസ് ഒരു അന്വേഷണം നിലവിൽ തുടങ്ങിയിട്ടുണ്ട്. ഗോപി, ശരി. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിലാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് ജില്ലയിൽ 41.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയേക്കാൾ 5.1 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. ഇന്നലെ 41.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട്. അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അലക്സ്, ഇതാദ്യമായിട്ട് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുകയാണല്ലോ. എന്താണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗത്തെക്കുറിച്ച് പറയുന്നത്? പാലക്കാട്ടെ ചൂട് ഇനിയും കൂടാൻ സാധ്യതയുണ്ടോ? ഗോപി, തീർച്ചയായും സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ അതിതീവ്രമായ ചൂടാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ മാനദണ്ഡം ഇപ്രകാരമാണ്: തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തുന്നതിന്റെയും അടുത്ത ദിവസങ്ങളിലും കൂടുതൽ ചൂട്, അതായത് 40 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഉയരുന്ന ചൂട്, അതല്ല എങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് തുടർച്ചയായ 5 ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയാലോ ആ പ്രദേശത്ത്, ആ ജില്ലയിൽ ഉഷ്ണതരംഗം അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ അത്തരത്തിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പാലക്കാട് ജില്ലയിൽ 41.4 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. സാധാരണ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5.1 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ഈ ചൂട്. ഇന്നലെ 41.2 ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് രേഖപ്പെടുത്തിയിരുന്നു. റെക്കോർഡ് ചൂടാണ് പാലക്കാട് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. അടുത്ത ദിവസങ്ങളിലും സമാനമായി തന്നെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന ചൂട് തുടരും. പാലക്കാട് അടക്കമുള്ള 12 ജില്ലകളിൽ സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പാലക്കാടിന് പുറമെ കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് കൂടി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിന്റെ വിശദാംശങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ പലയിടങ്ങളിലും നേരിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാഹനം LDF പ്രവർത്തകർ ആക്രമിച്ചതായുള്ള പരാതി ഉയർന്നു. യൂത്ത് ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്ന് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫ് ആരോപിച്ചു. നെടുമങ്ങാട് NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ ബൂത്ത് സന്ദർശനത്തിനിടെയും സംഘർഷമുണ്ടായിട്ടുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരി പട്ടുവത്താണ് UDF LDF സംഘർഷമുണ്ടായത്. കള്ളവോട്ട് ചെയ്യാനെത്തിയെന്നാരോപിച്ച് LDF പ്രവർത്തകരെ UDF ബൂത്ത് ഏജന്റ് ചോദ്യം ചെയ്തതാണ് കയ്യാങ്കളിക്കിടയാക്കിയത്. വിവരമറിഞ്ഞെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാഹനം LDF പ്രവർത്തകർ ആക്രമിച്ചെന്നും പരാതി ഉയർന്നു. കാസർഗോഡ് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗിനെത്തിയ മാധ്യമപ്രവർത്തകരെ UDF പ്രവർത്തകർ ആക്രമിച്ചു. കൈരളി TV റിപ്പോർട്ടർ സിജു കണ്ണൻ, ക്യാമറാമാൻ ഷൈജു പിലാത്തറ എന്നിവർക്ക് പരിക്കേറ്റു. മലപ്പുറം നെല്ലിക്കുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് LDF സ്ഥാനാർത്ഥി V വസീഫും പ്രവർത്തകരും കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. നെടുമങ്ങാട് 154 നമ്പർ ബൂത്തിൽ NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ ബൂത്ത് സന്ദർശനത്തിനിടെ CPIM BJP പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി.
ബൂത്ത് തല ഓഫീസറുമായി CPIM പ്രവർത്തകർ സംസാരിച്ചത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇടുക്കി നെടുങ്കണ്ടത്ത് പോളിംഗ് ബൂത്തിന് സമീപം LDF പ്രവർത്തകർ സ്ലിപ്പ് വിതരണം ചെയ്തത് UDF പ്രവർത്തകർ ചോദ്യം ചെയ്തു. കൊല്ലത്ത് മഞ്ഞപ്പാറ ബൂത്തിൽ വോട്ടെടുപ്പ് വൈകുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. രാഷ്ട്രീയ നേതാക്കളുടെ അനാവശ്യ ഇടപെടലാണ് വോട്ടെടുപ്പ് വൈകാൻ കാരണമെന്ന് ഒരു വിഭാഗം ആരോപിച്ചു. പത്തനാപുരത്ത് LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. വോട്ടർമാരെ വാഹനങ്ങളിൽ എത്തിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. തൃശൂർ കടങ്ങോട് മരത്തംകോട് MPM UP സ്കൂളിൽ വോട്ടെടുപ്പ് വൈകിയതിനെ തുടർന്ന് വോട്ടർമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി. പോലീസ് ഇടപെട്ടതോടെ തർക്കം സംഘർഷത്തിന് വഴിമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വൈകിയതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ അനാസ്ഥയുണ്ടായി എന്നാണ് വിമർശനം. അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. വോട്ടിംഗ് വൈകിയതിൽ അസ്വാഭാവികതയുണ്ടെന്ന് ഡോക്ടർ ശശി തരൂരും ആരോപിച്ചു. എന്തുകൊണ്ടാണ് ഈ വീഴ്ച ഉണ്ടായെന്ന് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ വിളിച്ച് ചോദിച്ചു. ചില വോട്ടർമാരെ ഇന്ന് വഴിയിൽ കാണുമ്പോൾ 3-4 മണിക്കൂർ നിൽക്കേണ്ടി വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ഭാഗത്ത്. അത് ശരിക്കും നടക്കരുത്. അത് എന്താ സംഭവം, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. നല്ല എണ്ണം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഭൂരിപക്ഷം നമ്മൾക്കാണ് വോട്ട് ചെയ്തിരിക്കണം എന്നൊരു സംശയവുമില്ല. ഞങ്ങളെല്ലാവരും ഇന്നൊരു ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും കിട്ടുന്ന റിപ്പോർട്ട് കാണുമ്പോൾ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയം വരും ഈ തവണയും നാം മനസ്സിലാക്കിയിരിക്കണം. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ കുഴഞ്ഞു വീണ് മരിച്ചത് 11 പേർ. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ 3 വീതം മരണം റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് തേങ്കുറിശ്ശിയിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ച ശബരിക്ക് പ്രായം 32. വടക്കേത്തറ LP സ്കൂളിലായിരുന്നു ശബരിക്ക് വോട്ട്. ഒറ്റപ്പാലം ചുനങ്ങാടിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയതിനു പിന്നാലെയാണ് വാണിവിലാസിനി മോഡൻകാട്ടിൽ ചന്ദ്രൻ കുഴഞ്ഞു വീണ് മരിച്ചത്. പാലക്കാട് വിളയോടിയിലാണ് 3ാമത്തെ മരണം. വോട്ട് ചെയ്ത ശേഷം വിശ്രമിക്കുകയായിരുന്ന വിളയോടി പുതുശ്ശേരി കുമ്പോറ്റിയിൽ കണ്ടനാണ് മരിച്ചത്. മലപ്പുറം തിരൂരിൽ വോട്ട് ചെയ്ത ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ നിറമരുതൂർ സ്വദേശി ആലുക്കാനകത്ത് സിദ്ദിഖ് മൗലവി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലും വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. അരമണിക്കൂറോളം ക്യൂ നിന്ന ശേഷം മകനൊപ്പം ഓട്ടോയിലേക്ക് കയറുമ്പോഴാണ് സോമരാജൻ കുഴഞ്ഞു വീണത്. പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വഴിയാണ് കാക്കനാട് സ്വദേശി അജയൻ കുഴഞ്ഞു വീണത്. കോഴിക്കോട് കുറ്റിച്ചിറയിൽ CPIM ബൂത്ത് ഏജന്റ് അനീസ് അഹമ്മദാണ് മരിച്ചത്. തൊട്ടിൽപ്പാലത്ത് വോട്ട് ചെയ്ത് മടങ്ങിയ 40 വയസ്സുകാരൻ കല്ലുംപുറത്ത് വീട്ടിൽ ബിമേഷും കുഴഞ്ഞു വീണ് മരിച്ചു. വളയം ചെറുമൂത്ത് സ്വദേശി കുഞ്ഞുമൽ മാമി, മറയൂർ സ്വദേശി വള്ളി, പേരാമംഗലം പുത്തൻ വീട്ടിൽ നാരായണൻ എന്നിവരും വോട്ടിംഗ് ദിവസം കുഴഞ്ഞു വീണ് മരിച്ചു. 24 കോഴിക്കോട്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചതിനെതിരെ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. CMRL ഉടമ ശശിധരൻ കർത്തിയെ തനിക്ക് പരിചയമില്ല. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. ശോഭാ സുരേന്ദ്രനോട് പ്രതികരിക്കേണ്ട സംസ്കാരം അല്ല എൻ്റെത്. ഇവർക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കരിമണൽ കർത്ത എന്ന ആളെ എനിക്ക് അറിയില്ല, പേരെ അറിയില്ല. അത് എന്താണ് ആളെ ദൂരത്ത് ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അപ്പം അങ്ങനെ ഒരാളെയായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാനത് വേണ്ട, അതെന്തെങ്കിലും പേര് മെൻഷൻ ചെയ്തു. ഇപ്പം ഇന്നലത്തെ കാര്യത്തിൽ പേര് മെൻഷൻ ചെയ്തു. അത് ഏറ്റവും നമുക്ക് ഹാനികരമായ, പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ കസ്റ്റമർ, എൻ്റെ എന്നെയായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അത് ഒരു കോൺഫിഡൻസിൻ്റെ പേരിൽ നടന്ന ഒരു ബിസിനസ്. അതിനെ ബാധിക്കുന്ന രീതിയിൽ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമ നടപടികൾ തന്നെ ഞാൻ പോകും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താമഴ പൂർത്തിയാവുകയാണ്.